Okay, listen. ഇനി അടുത്തത് കേസ് 2. ഓക്കെ, കേസ് 1ൽ സ്ലോപ്പും y ഇന്റർസെപ്റ്റും തന്നു. ഇനി കേസ് 2ൽ നമുക്ക് തരാൻ പോകുന്നത് സ്ലോപ്പും എന്തായിരിക്കും, x ഇന്റർസെപ്റ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ കേസ് 2 കൺസിഡർ ചെയ്യാം കേട്ടോ. കേസ് 2 ഈ നാലാമത്തെ ഫോമിൽ തന്നെ കേസ് 2. അവിടെ നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഈസ് ടേക്കൺ ആസ് m ഓൾവേസ്. ഓക്കെ, ദെൻ x ഇന്റർസെപ്റ്റ് ഈസ് ടേക്കൺ ആസ് d എന്നാണ് x ഇന്റർസെപ്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ, സ്ട്രൈറ്റ് ലൈനിന്റെ y ഇന്റർസെപ്റ്റ് x ഇന്റർസെപ്റ്റ് d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് സ്ട്രൈറ്റ് ലൈൻ L കേട്ടോ. ഇതിന്റെ സ്ലോപ്പ് m ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ x ഇന്റർസെപ്റ്റ് ഈ ഡിസ്റ്റൻസ് d ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് ആക്സിലെ ഏത് പോയിന്റിന്റെ കോർഡിനേറ്റിന്റെയും പ്രത്യേകത എന്താ? അതിന്റെ y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? d,0 എന്നായിരിക്കും ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പറയാം, ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെയുള്ള ഒരു പോയിന്റും സ്ലോപ്പും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചൂടെ? അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0. ദാറ്റ് ഈസ് y മൈനസ് y0 ഈസ് 0 ഈസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0 ഈസ് d. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഈസ് y ഈസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് d. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ഇഫ് സ്ലോപ്പ് m and x intercept d are given. If slope m and x intercept d are given, then the straight line, equation of straight line is y is equal to m into x minus d. This is the equation of straight line. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, രണ്ട് കേസ് ഉണ്ട്, മനസ്സിലാക്കുക. സ്ലോപ്പും y ഇന്റർസെപ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ y is equal to mx plus c ആണ്. അവിടെ m എന്ന് പറയുന്നത് സ്ലോപ്പാണ്, c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. ഇനി സ്ലോപ്പും x ഇന്റർസെപ്റ്റും ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഈസ് y is equal to m into x minus d. ആ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. y into x minus d, where m is the slope and d is the x intercept. നമ്മൾ ഇക്വേഷൻ മാത്രം പഠിക്കല്ല, ആ ഇക്വേഷനകത്തുള്ള ടേംസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാ ഇക്വേഷൻസും അപ്ലൈ ചെയ്യാൻ കഴിയുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫോം ഇക്വേഷൻ, അഞ്ചാമത്തെ ഫോം ഇക്വേഷൻ കേട്ടോ, ഇന്റർസെപ്റ്റ് ഫോം. നേരത്തെ ഇതിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. അവിടെ നമുക്ക് തരുന്നത് സ്ലോപ്പും ഏതെങ്കിലും ഒരു ഇന്റർസെപ്റ്റുമാണ്. ഇതെന്താണ്? ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ നമുക്ക് തരുന്നത് എന്തായിരിക്കും? രണ്ട് ഇന്റർസെപ്റ്റ് തരും. അതായത് എക്സ് ഇന്റർസെപ്റ്റും തരും, വൈ ഇന്റർസെപ്റ്റും തരും. ശ്രദ്ധിക്കട്ടോ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇവിടെ തരുന്നത് എക്സ് ഇന്റർസെപ്റ്റും തരും, വൈ ഇന്റർസെപ്റ്റും തരും. അതിൻ്റെ അർത്ഥം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈന് കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ എക്സ് ഇന്റർസെപ്റ്റ് എ എന്നും വൈ ഇന്റർസെപ്റ്റ് ബി എന്നും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റ്, ബി ഈസ് വൈ ഇന്റർസെപ്റ്റ്. എ എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ്. നോക്ക്, അപ്പോൾ ഇവിടെ ഇത് എ എന്നാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? a,0 ആണല്ലോ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0,b ആണല്ലോ. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റും നമുക്കറിയാമെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മേലുള്ള രണ്ട് പോയിന്റ് കിട്ടി. ആ രണ്ട് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? 2 പോയിന്റ് ഫോം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? 2 പോയിന്റ് ഫോം എന്താ? y മൈനസ് y1 is equal to y2 മൈനസ് y1 by x2 മൈനസ് x1 into x minus x1. ക്ലിയർ? ദാറ്റ് ഈസ് y മൈനസ്, നമ്മൾ ഇത് x1 y1 എടുക്കുകയാണ്. അപ്പോൾ y മൈനസ് y1 എന്ന് പറയുമ്പോൾ 0 ഈക്വൽ ടു y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ b മൈനസ് 0 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 0 മൈനസ് a into x minus x1 is a. Clear അല്ലേ? That is y is equal to b divided by minus a into x minus a എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ മൈനസ് എ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും?
മൈനസ് എ വൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് വരുമല്ലോ. വരൂലേ? വരും. ശ്രദ്ധിക്കട്ടോ, ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്കിപ്പോൾ ഞാൻ ഇതിങ്ങനെ ഡിറൈവ് ചെയ്യാണ് അല്ലേ, ഇക്വേഷൻ എന്താണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് കൺസെപ്റ്റൊക്കെ നന്നായിട്ട് മനസ്സിലാവാൻ ഉപകാരപ്പെടും. മാത്രമല്ല ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു മാത്തമാറ്റിക്കൽ സ്കില്ല് നമുക്ക് കിട്ടുകയാണ്. നമുക്ക് അതാ വേണ്ടത്. ശരിയല്ലേ? നമ്മൾ മാത്സിൽ ഇക്വേഷൻ പഠിക്കുക എന്ന് പറയുന്നത് ചെറുത് 1-2 ഇക്വേഷനൊക്കെ കുറച്ച് ഇക്വേഷൻസേ നമ്മൾ പഠിക്കാനുണ്ടാവുള്ളൂ. പക്ഷേ അത് ഇതേപോലെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് നമുക്ക് വേണ്ടത്. അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് എ വൈ ഇസ് ഈക്വൽ ടു ബി ഇൻ എക്സ് മൈനസ് എ ബി എന്ന് എഴുതി കൂടെ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ മൈനസ് എ വൈ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ എന്താവും? ബി എക്സ് പ്ലസ് എ വൈ. ഈ മൈനസ് എ ബി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് എ ബി, ദാറ്റ് ഈസ് ബി എക്സ് പ്ലസ് എ വൈ ഈസ് ഈക്വൽ ടു എ ബി എന്ന് വരും. ക്ലിയർ അല്ലേ? ഞാൻ ഈ ഇക്വേഷനെ ശ്രദ്ധിക്കട്ടോ, ഈ ഇക്വേഷനെ ഞാൻ ഡിവൈഡിങ് ബൈ എ ബി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക? ബി എക്സ് ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് എ വൈ ഡിവൈഡഡ് ബൈ എ ബി ഇസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ എ ബി. ആക്ച്വലി ഇവിടെ ഓൾ ഡിവൈഡഡ് ബൈ എ ബി എന്ന് അവർ അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ബിയും ക്യാൻസൽ ചെയ്യാലോ, ഇവിടെ എയും ക്യാൻസൽ ചെയ്യാലോ, ഇവിടെ എ ബിയും മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാലോ. ബാക്കി എന്താ വരിക? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു എ ബി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കി 1 എന്നുണ്ടാവും, 0 എന്ന് എഴുതരുത് കേട്ടോ. x by a plus y by b is equal to 1. This is the equation. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് തരുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് തരുന്നത് x ഇന്റർസെപ്റ്റ് എയും y ഇന്റർസെപ്റ്റ് ബിയും നമുക്ക് തരും. x ഇന്റർസെപ്റ്റ് എയും y ഇന്റർസെപ്റ്റ് ബിയും നമുക്ക് തന്നു കഴിഞ്ഞാൽ the equation of the straight line is x by a plus y by b is equal to 1. മനസ്സിലായോ? അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബിയും ആണെങ്കിൽ ദ ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ഈസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. മനസ്സിലായോ? സിമ്പിൾ ഇക്വേഷൻ അല്ലേ? അതെ, ആ ഒരു രൂപത്തിലോട്ടാണ് നമ്മൾ മാറ്റിയത്. ഓക്കെ, ഇപ്പം നമ്മൾ 5 ഫോം നമ്മൾ പഠിച്ചു. ഏതൊക്കെ 5 ഫോം? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ, പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആൻഡ് ഇന്റർസെപ്റ്റ് ഫോം. ഓക്കെ അല്ലേ? അതിനകത്ത് ഓരോന്നിനകത്തും നമുക്ക് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് തരുന്നത്. ഇനി അവസാനത്തെ 6ാമത്തെ ഫോമാണ് നോർമൽ ഫോം. ശ്രദ്ധിക്കട്ടോ, നോർമൽ ഫോം. ഓക്കെ, ഈ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ മാത്സിൽ പെർപെൻഡിക്കുലറിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള, കുറച്ചൊന്ന് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ് നോർമൽ ഫോം. ഓക്കെ, അപ്പോൾ നോർമൽ ഫോം എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ? അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നോർമൽ ഫോമിൽ നമുക്ക് എന്താ തരിക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇന്റർസെപ്റ്റ് ഫോമിലാണെങ്കിൽ 2 ഇന്റർസെപ്റ്റ് തരും, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലാണെങ്കിൽ ഒരു സ്ലോപ്പും ഒരു ഇന്റർസെപ്റ്റും തരും. അപ്പോൾ അതേപോലെ നോർമൽ ഫോമിൽ എന്താണ് തരിക എന്നുള്ളതാണ്. ശ്രദ്ധിക്കട്ടോ, എന്താ തരിക എന്നറിയോ? ശ്രദ്ധിക്കുക നല്ലോണം. ഇവിടെ തരുന്നത് ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ട് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന നോർമൽ പെർപെൻഡിക്കുലർ ആണ് ON. ഓക്കെ, ഈ ONന്റെ ലെങ്ത് അറിയാം. ലെങ്ത് എന്ന് പറയുന്നത് P ആണ്. ഒന്നാമത് നമുക്കറിയാവുന്നത് the length of the normal drawn from origin to the line. The length of the normal drawn from the origin to the line. The length of the normal drawn from origin to the line, that is P. ഒറിജിനിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലോട്ട് വരയ്ക്കുന്ന നോർമലിൻ്റെ ലെങ്ത് നമുക്കറിയാം. ഈ ON എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ശ്രദ്ധിക്കാൻ, നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഒരു പാരാമീറ്ററും കൂടി ഉണ്ട്. എന്താണെന്നറിയാം? ഈ ആംഗിള് ആണ് ഒമേഗ. ഈ ആംഗിളാണ് ഒമേഗ എന്നാണ് ഈ സിമ്പിളിനെ റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ ഒമേഗ എന്നാണ് പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ഇതിനെ തീറ്റ എന്ന് പറയണില്ലേ?
ഇതിനെ ലാംഡ എന്ന് പറയണില്ലേ, അതേപോലെ അതിനെ പറയുന്ന പേരാണ് ഒമേഗ, ആ സിമ്പിൾ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ആംഗിൾ ആക്ച്വലി നമ്മൾ ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യണം. അതിനൊരു പ്രത്യേകത, നമ്മൾ ഇൻക്ലിനേഷൻ പറഞ്ഞിട്ടില്ലേ, പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ, നമ്മൾ വരച്ചിട്ടുള്ള നോർമൽ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഒമേഗ. That is the angle made by the normal with a positive x-axis in anti-clockwise direction. That is omega. അതായത് നമ്മൾ വരച്ചിട്ടുള്ള നോർമല് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഒമേഗ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന രണ്ട് പാരാമീറ്ററാ. ഒന്നാമത്തെ പാരാമീറ്റർ എന്താ ഒന്നാമത്തെ പാരാമീറ്റർ? ഒറിജിനിൽ നിന്ന് ലൈനിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലെങ്ത്. രണ്ടാമത്തെ പാരാമീറ്റർ എന്താ? ആ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ളത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളും നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ, അത് നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത്. അപ്പം നന്നായി ശ്രദ്ധിക്കട്ടോ. ചിലപ്പോൾ ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഇങ്ങനെയല്ലേ വരിക? ഒ എൻ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഇങ്ങനെയല്ലേ വരിക? ഈ ഒ എൻ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒമേഗ എന്ന് പറയുമ്പോൾ ഇത്രയും വരുമ്പോഴേ അവിടെ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? അതാണ് അങ്ങനെ തന്നെ എടുക്കണം നമ്മൾ പറയണത്. ഓക്കെ, അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് നോർമൽ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നന്നായിട്ട് ശ്രദ്ധിക്കടാ. ഇനി നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം ആവട്ടെ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, അതിന് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിച്ചു, സ്ലോപ്പ് അറിയുക, അതേപോലെ 2 പോയിന്റ് കണ്ടുപിടിച്ചു. ഇതേ രൂപത്തിൽ ചെയ്തിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പോയിന്റ് സ്ലോപ്പ് ഫോമാണ്, അല്ലെങ്കിൽ 2 പോയിന്റ് ഫോമാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണം, പോയിന്റ് വേണം, സ്ലോപ്പ് വേണം, അല്ലെങ്കിൽ 2 പോയിന്റ് വേണം. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുക. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ആംഗിൾ അല്ലേ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ ആംഗിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ ശ്രദ്ധിക്കട്ടോ, M0 എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ON. നമ്മൾ വരച്ചിട്ടുള്ള ആ നോർമലിന്റെ സ്ലോപ്പാണ് ON എന്ന് പറയുന്നത്. നോർമൽ ON-ന്റെ സ്ലോപ്പാണ് M0 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒമേഗ എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലറിന്റെ ഇൻക്ലിനേഷൻ അല്ലേ? ഈ ON എന്ന് പറയുന്ന എപ്പോഴും പെർപെൻഡിക്കുലർ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ? ദാറ്റ് മീൻസ് ഈ ഒമേഗ എന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കും? ഈ പെർപെൻഡിക്കുലറിന്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും. ശരിയല്ലേ? അത് പെർപെൻഡിക്കുലറിന്റെ ഇൻക്ലിനേഷൻ ആണെങ്കിൽ അവിടെ അതിനെ ടാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് ആയില്ലേ? ടാൻ ഒമേഗ സ്ലോപ്പ് ആയില്ലേ? ക്ലിയർ? ഇനി ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ L. ശ്രദ്ധിക്കട്ടോ, സ്ട്രെയിറ്റ് ലൈൻ L-ന്റെ സ്ലോപ്പാണ് M. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ON-ഉം ശ്രദ്ധിക്കുക, ON ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ L അല്ലേ? ON സ്ട്രെയിറ്റ് ലൈൻ L-ന് പെർപെൻഡിക്കുലർ അല്ലേ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടിന്റെയും സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് -1 ആവൂലേ? അപ്പൊ M × M0 = -1 ആവൂലേ? ആവും. ദാറ്റ് ഈസ് M × M0 എന്ന് പറഞ്ഞാൽ ടാൻ ഒമേഗയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു -1 ആവൂലേ? ആവും. അപ്പൊ M is equal to -1/tan omega ആവൂലേ? ആവും. That is M is equal to -1/tan omega എന്ന് പറഞ്ഞാൽ -1/tan omega എന്ന് പറഞ്ഞാലേ sin omega by cos omega അല്ലേ? അപ്പൊ that is M is equal to ഈ cos omega മേലേക്ക് വന്നു കഴിഞ്ഞാൽ -cos omega divided by sin omega എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഈ സ്ട്രെയിറ്റ് ലൈൻ L-ന്റെ സ്ലോപ്പാണ് നമുക്ക് കിട്ടിയത് മക്കളെ, അല്ലേ? നന്നായിട്ട് ശ്രദ്ധിക്കുക കുട്ടികളെ. ഇവിടെ M is equal to -cos omega divided by sin omega എന്ന് കിട്ടിയിട്ടുള്ളത് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പാണ് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമുക്ക് സ്ലോപ്പ് കിട്ടിയല്ലോ. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ എന്താ വേണം? ഒന്നെങ്കിൽ ഒരു പോയിന്റ് ഇടണം. അങ്ങനെയാണെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ
ഇന്റർസെപ്റ്റ് ഇടണം. ഇന്റർസെപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് ആണെങ്കിൽ y = m × x - d. y ഇന്റർസെപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ y = mx + c. ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ ഉള്ള പാരാമീറ്റർ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് പി അല്ലേ, ശ്രദ്ധിക്കട്ടോ. ഇനി ഞാനിവിടുന്ന് ഈ n നിങ്ങൾ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനാണിത്. ഓക്കെ, ഇത് ഒമേഗയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ശരിയല്ലേ? ആ ഒരു ട്രയാങ്കിൾ ഞാൻ വലുതാക്കി ഇവിടെ വരക്കാട്ടോ, ശ്രദ്ധിക്കാം. ഇത് O, ഇത് N, ക്ലിയർ. ഇത് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ്. ഇത് ഒമേഗ, ഈ ഡിസ്റ്റൻസ് പി ആണ്. ഇതിനെ ഞാനേ എൻ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ് ഈ പോയിന്റിന് കേട്ടോ. ഈ പോയിന്റിനെ എൻ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഇനി ഈ ഒ എന്നും എൻ ഡാഷും കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. കോസ് ഒമേഗ എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, കോസ് ഒമേഗ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, കോസ് ഒമേഗ എടുത്തു കഴിഞ്ഞാൽ ഒ എൻ ഡാഷ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഒ എൻ എഴുതിക്കൂടെ? ദറ്റ് ഈസ് കോസ് ഒമേഗ ഈക്വൽ ടു ഒ എൻ ഡാഷ് ഡിവൈഡഡ് ബൈ ഒ എൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? പി ആണ്. അപ്പോൾ ഒ എൻ ഡാഷിന് എന്ത് ചെയ്യാം? പി കോസ് ഒമേഗ എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ഇനി അതേപോലെ സൈൻ ഒമേഗ എടുത്താൽ എന്താണ്? സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ എൻ ഡാഷ് ഡിവൈഡഡ് ബൈ ഒ എൻ എന്ന് പറയുന്നത് പി ആണ്. അപ്പൊ എൻ ഡാഷിന് നമുക്ക് എങ്ങനെ എഴുതാം? പി സൈൻ ഒമേഗ എന്ന് എഴുതാലോ, പി സൈൻ ഒമേഗ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒ എൻ ഡാഷ് പി കോസ് ഒമേഗ കിട്ടി, എൻ ഡാഷ് പി സൈൻ ഒമേഗ കിട്ടി. ആക്ച്വലി അതെന്താ കിട്ടിയതെന്ന് നോക്കിയേ. ഈ ഒ എൻ ഡാഷ് ഇതാ ഈ ഡിസ്റ്റൻസ് കിട്ടി, ഈ എൻ ഡാഷ് ഈ ഡിസ്റ്റൻസും കിട്ടി. ഇത് എന്ന് പറയുന്നത് ഈ പോയിന്റ് എന്നിന്റെ എക്സ് കോർഡിനേറ്റ് അല്ലേ ഒ എൻ ഡാഷ് എന്ന് പറയുന്നത്, അല്ലേ? അതെ. അപ്പൊ ഈ പോയിന്റ് എന്നിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് പി കോസ് ഒമേഗ. അതേപോലെ ഈ എൻ ഡാഷ് എന്ന് പറയുന്നത് ഈ പോയിന്റ് എന്നിന്റെ വൈ കോർഡിനേറ്റ് അല്ലേ? അതെ. അപ്പൊ ആ പോയിന്റ് എന്നിന്റെ വൈ കോർഡിനേറ്റ് ആണ് എന്ത്? പി സൈൻ ഒമേഗ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്നിന്റെ കോർഡിനേറ്റ്സ് ആണ് പി കോസ് ഒമേഗ, പി സൈൻ ഒമേഗ. എഴുതി മനസ്സിലായോ? അപ്പൊ ആ പോയിന്റ് എന്നിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് പി കോസ് ഒമേഗ, വൈ കോർഡിനേറ്റ് ആണ് പി സൈൻ ഒമേഗ. അപ്പൊ ഇത് നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക, ഞാനിത് മായ്ച്ചു കളയാണ് കേട്ടോ. ഓക്കെ, ആ പോയിന്റ് കോർഡിനേറ്റ്സ് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞതാണ് ഞാനിത്. അപ്പൊ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്നൊന്ന് നോക്കിയേ. ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? സ്ലോപ്പ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ, ഉണ്ട്. ആൻഡ് ഒരു പോയിന്റും കിട്ടിയില്ലേ? അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ എല്ലിന്റെ സ്ലോപ്പും നമുക്ക് കിട്ടി, ഒരു പോയിന്റിന്റെ കോർഡിനേറ്റും കിട്ടി. അപ്പൊ നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്തൂടെ? അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ ശ്രദ്ധിക്കട്ടോ. ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? പോയിന്റും സ്ലോപ്പും അല്ലേ കിട്ടി. അപ്പൊ പോയിന്റ് സ്ലോപ്പ് ഫോം ദാറ്റ് ഈസ് y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0. ദാറ്റ് ഈസ് y മൈനസ് y0 എന്താണ്? പി സൈൻ ഒമേഗ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ സൈൻ ഒമേഗ ഇൻറ്റു എക്സ് മൈനസ് x0 ഈസ് പി കോസ് ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സൈൻ ഒമേഗ ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ ഒമേഗ ഇൻറ്റു y മൈനസ് പി സൈൻ ഒമേഗ ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ഇൻറ്റു എക്സ് മൈനസ് പി കോസ് ഒമേഗ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ y സൈൻ ഒമേഗ മൈനസ് പി ഇൻറ്റു സൈൻ ഒമേഗ സൈൻ സ്ക്വയർ ഒമേഗ ഈക്വൽ ടു മൈനസ് എക്സ് കോസ് ഒമേഗ പ്ലസ് ഈ മൈനസും കൂടെ പ്ലസ് ആവും, പ്ലസ് പി കോസ് സ്ക്വയർ ഒമേഗ എന്ന് വരുമല്ലോ. ഇനി ശ്രദ്ധിക്കട്ടോ, ഈ മൈനസ് എക്സ് കോസ് ഒമേഗ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? എക്സ് കോസ് ഒമേഗ എന്നാവും. ഓൾറെഡി ഇവിടെ പ്ലസ് വൈ സൈൻ ഒമേഗ ഉണ്ട് ഈക്വൽ ടു ഇവിടെ ഈ മൈനസ് പി സൈൻ സ്ക്വയർ ഒമേഗ അങ്ങോട്ട് പോകുമ്പോൾ പി സൈൻ സ്ക്വയർ ഒമേഗ എന്നുണ്ടാവും. ഇനി അടുത്തത് ഓൾറെഡി അവിടെ പി ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ ഓൾറെഡി അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ എന്ന് വരും. ഈ സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ എന്താണ്? 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു പി എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? എക്സ് കോസ് ഒമേഗ പ്ലസ്
y sin omega is equal to p. This is the normal form equation of straight line. This is the normal form equation of straight line. This is the normal form equation of straight line. അപ്പോൾ ഇവിടെ നമുക്ക് തരുന്നത് എന്തൊക്കെയാ? എക്സ് ഇവിടെ നമുക്ക് തരുന്നത് പിയും ഒമേഗയാണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. നോർമൽ ഫോമിൽ നമുക്ക് തരുന്നത് പിയും ഒമേഗയുമാണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ലൈനിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി ആ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഒമേഗ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the equation of the straight line is x cos omega plus y sin omega equal to p. Okay, that is the equation of straight line. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഇസ് ഈക്വൽ ടു പി. ശ്രദ്ധിക്കണേ. അപ്പൊ നോർമൽ ഫോമിൽ നമുക്ക് എന്തൊക്കെയാ തരുന്നത്? The straight line is known to us with the two parameters. The first one is the length of the normal drawn from the origin to the line, that is p. The length of the normal drawn from origin to the line, that is p. Second one is the angle made by the normal with the positive x-axis in anti-clockwise direction, that is omega. These two are given for the line. Then the equation of the straight line is x cos omega plus y sin omega is equal to p. ഇതാണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ വല്ലതും? അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ട്ടോ. അപ്പോൾ 6 ഫോം ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത്. Okay, listen. Question: find the equation of the line parallel to axis and passing through the point -2, 3. Parallel to axis. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സസിന് പാരലൽ ആയിട്ടുള്ള എന്താ പറഞ്ഞാൽ AX ആണ്. ദാറ്റ് മീൻസ് ആക്സസ് പ്ലൂറൽ ആണ്. ആക്സിസിന്റെ പ്ലൂറൽ ആണ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ആക്സസും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? -2, 3 എന്ന് പറയുന്ന പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ് വരിക? എക്സ് മൈനസ് ആണ്, വൈ പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാം. -2, 3 എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. ഇനി ഇതിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇതല്ലേ അല്ലേ? അതേപോലെ വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇതല്ലേ? അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? y is equal to എന്നാ വരിക. ശരിയല്ലേ? y is equal to ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ y is equal to 3. ക്ലിയർ? ഇനി വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ x is equal to എന്നാ പറഞ്ഞാൽ വരിക. x equal to ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. -2 ആണ്. ഇങ്ങോട്ട് ആയതുകൊണ്ട് -2. അപ്പോൾ x equal to -2. അപ്പോൾ these are the equation of the straight line which is parallel to the axis, that is which is parallel to x-axis and y-axis and passing through the point -2, 3. അപ്പോൾ ഇവിടെ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന x-axis y-axis പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് y is equal to 3 and x is equal to -2. These are the equations. മനസ്സിലായല്ലോ? Okay, listen. Next problem. Find the equation of the line through -2, 3 with slope -4. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കണം. ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ്. നമുക്കൊരു പോയിന്റ് ആണ് തന്നിട്ടുള്ളത്. ഒരു പോയിന്റ് -2, 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. വിത്ത് സ്ലോപ്പ് -4. സ്ലോപ്പ് m is equal to -4 തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പും തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫോം യൂസ് ചെയ്യുക? പോയിന്റ് സ്ലോപ്പ് ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ക്വസ്റ്റ്യനിൽ തരുന്ന പാരാമീറ്റർ അനുസരിച്ച് ഏത് ഫോം യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോം എന്താണ്? y - y0 equal to m into x minus x0, that is y minus y0 is 3 is equal to m is -4 into x minus x0, x minus -2, അതായത് x plus 2, that is y minus 3 is equal to -4x minus 8 എന്ന് വരും. ക്ലിയർ അല്ലേ?
ഇനി എപ്പോഴും നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ആദ്യം എക്സിന്റെ ടേമല്ലേ എഴുതുക, അത് പോസിറ്റീവായിട്ട് വരുന്ന രീതിയിൽ എഴുതുക കേട്ടോ. അതല്ല ഒരു ഭംഗി, ഇക്വേഷൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ -4x ഇങ്ങോട്ട് വരുമ്പോഴല്ലേ +4x ആവുക. അപ്പോൾ ഈ -4x ഇങ്ങോട്ട് വരുമ്പോൾ +4x. ഓൾറെഡി ഇവിടെ y ഉണ്ട് +y, ഇവിടെ ഓൾറെഡി -3 ഉണ്ട്. ഈ -8 ഇങ്ങോട്ട് വരുമ്പോൾ +8 = 0 എന്ന് വരും. ക്ലിയർ? ദാറ്റ് ഈസ് 4x + y -3 + 8 ഈസ് +5 = 0. അപ്പോൾ ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ രൂപത്തിലോട്ട് നമ്മൾ എഴുതുന്ന, ഈ രൂപത്തിലാണ് നമ്മൾ സാധാരണ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് പാരാമീറ്റർ പല രീതിയിൽ തരും. നല്ലോണം ശ്രദ്ധിക്കട്ടോ, പാരാമീറ്റർ നമുക്ക് പല രീതിയിൽ തരും. അപ്പോൾ പല ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതേ രൂപത്തിൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുക. ഓക്കെ, ആ രീതിയിൽ ആ ഒരു സ്റ്റെപ്പ് വരെ നമ്മൾ ചെയ്യണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രോബ്ലം, റൈറ്റ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ ദി പോയിന്റ്സ് 1, -1 ആൻഡ് 3, 5. ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താ, 2 പോയിന്റ് അല്ലേ. ആ 2 പോയിന്റ് ഒന്ന് ഞാൻ എടുത്ത് എഴുതാം കേട്ടോ. 1, -1 ആൻഡ് 3, 5. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ, y - y1 = y2 - y1 / x2 - x1 × x - x1. ഇതല്ലേ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, 2 പോയിന്റ് ഫോം. അപ്പോൾ ഇത് x1 y1, ഇത് x2 y2, അങ്ങനെ തന്നെ എടുക്കാൻ നിർബന്ധമൊന്നുമില്ല, എങ്ങനെ എടുത്താലും വിഷയമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ y - y1ന്റെ വാല്യൂ -1, അപ്പോൾ -1 എന്ന് പറയുമ്പോൾ +1 = y2 - y1, ദാറ്റ് ഈസ് 5 - -1, 5 + 1 ഡിവൈഡഡ് ബൈ x2 - x1, ദാറ്റ് ഈസ് 3 - 1 × x - x1, x - 1. അതായത് ഇത് x1 y1, ഇത് x2 y2, അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ y + 1 = 5 + 1 6 ഡിവൈഡഡ് ബൈ 3 - 1, ദാറ്റ് ഈസ് 2 × x - 1, ദാറ്റ് ഈസ് y + 1 = ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കരുത്, ആദ്യം ഇത് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ആദ്യം ഒന്ന് ചെറുതാക്കുക. 6/2 എന്ന് പറഞ്ഞാൽ 3 അല്ലേ, അപ്പോൾ 3 × x - 1. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഉള്ളത് y + 1 = 3x - 3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതുന്നതാണ് ഇക്വേഷൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇവിടെ എക്സ് ഓൾറെഡി പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ എക്സ് മൈനസ് ആണെങ്കിൽ ഈ ടേമിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഓൾറെഡി അവിടെ 3x ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടുത്തേതാണ് ആദ്യം എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവിടെ 3x ഉണ്ട്. ഈ y അങ്ങോട്ട് പോകുമ്പോൾ -y. ഓക്കെ, ഓൾറെഡി അവിടെ -3 ഉണ്ട്. ഈ +1 അങ്ങോട്ട് പോകുമ്പോൾ -1 = 0 എന്ന് വരും. ക്ലിയർ അല്ലേ? അതായത് ഇതിൻ്റെ ഞാൻ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോയേക്കാണ്. അപ്പോൾ ആ സൈഡിലുള്ളതാണ് ഞാൻ ആദ്യം എഴുതിയത്. എങ്ങനെ എഴുതിയാലും വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ 3x - y -3 - 1 ഈസ് -4 = 0. ഇതാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഫോർ വിച്ച് tan theta is equal to 1/2, where theta is the inclination of line, and first sub question y intercept is -3/2 and second sub question x intercept is 4. അപ്പോൾ ഇതാണ് ഇക്വേഷൻ, ക്വസ്റ്റ്യനകത്തെ തുടക്കത്തിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അത് ഇതിന് രണ്ടെണ്ണത്തിനും കോമൺ ആണ്. അതായത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഫോർ വിച്ച് tan theta = 1/2 ആൻഡ് പിന്നെ ഇതും പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ tan theta is equal to 1/2. ശ്രദ്ധിക്കട്ടോ, tan theta = 1/2 ആണ്. where theta is the inclination of the line. അപ്പോൾ തീറ്റ ഇൻക്ലിനേഷൻ ആണെങ്കിൽ tan theta എന്താ, സ്ലോപ്പ് ആണ്. അത് നമുക്ക് മനസ്സിലാവണ്ടേ? തീറ്റ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ ആണെങ്കിൽ tan theta സ്ലോപ്പ് ആണ്. അപ്പോൾ tan theta = 1/2 തന്നിട്ടുള്ള എന്താണ്, സ്ലോപ്പ് m = 1/2 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിന് നമുക്ക് അറിയാവുന്ന സ്ലോപ്പ് അറിയാം, y ഇന്റർസെപ്റ്റ് പറയാം. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ, ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും, സ്ലോപ്പ് പറയാ, y ഇന്റർസെപ്റ്റ് പറയാ. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y is equal to mx plus c, where m is the slope and c is the y intercept.
that is y is equal to mx, that is 1/2 into x minus 3/2 എന്ന് വരും. കാരണം സിന്റെ വാല്യൂ -3/2 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 3/2 ഉണ്ട്. അപ്പൊ ഞാനേ ഈ ഇക്വേഷന് മൊത്തത്തിൽ ഞാൻ 2 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2 into y, 2y ഈക്വൽ ടു 2 into 1/2 എന്ന് പറയുമ്പോൾ 1 ആവും. ആ 2 2 ക്യാൻസൽ ചെയ്ത് പോകും, എക്സ് ആവും. മൈനസ് 3/2 into 2 വരുമ്പോൾ എന്താവും? -3. അവിടെയും 2 2 ക്യാൻസൽ ചെയ്ത് പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 2y ഈക്വൽ ടു എക്സ് -3 എന്നല്ലേ? ഇവിടെ അല്ലേ എക്സ് പോസിറ്റീവ് ആയിട്ടുള്ളത്? അപ്പോൾ എല്ലാം അങ്ങോട്ട് കൊണ്ടുവരാം നമുക്ക്. എക്സ് ഈ പ്ലസ് 2y അങ്ങോട്ട് വരുമ്പോൾ -2y, ഇവിടെ ഓൾറെഡി -3 ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസിലും സ്ലോപ്പ് വ്യത്യാസമുള്ള ടാൻ തീറ്റ ഈക്വൽ 1/2 വേർ തീറ്റ ഇസ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് തന്നതാണ്. ദാറ്റ് ഈസ് സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു 1/2 തന്നെയാണ് ഇവിടെ. ഓക്കെ, പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ് ആണ് തന്നിട്ടുള്ളത്. എക്സ് ഇന്റർസെപ്റ്റും സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ? y is equal to m into x minus d. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. ഇതിന്റെ മേലെ എഴുതണം കേട്ടോ, ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി പോകണം കേട്ടോ, നോട്ട് എഴുതുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ അതിങ്ങനെ പറയുന്നുണ്ട്, അത് നിങ്ങൾ എഴുതുമ്പോൾ അത് എഴുതണം കേട്ടോ. ദാറ്റ് ഈസ് y is equal to m is 1/2 into x minus d is 4. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 2y is equal to x minus 4. അപ്പോൾ ഈ 2y അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ x minus 2y minus 4 equal to 0. This is the equation of straight line. മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് ഈ tan theta equal to 1/2 where theta is the inclination of the line അങ്ങനെ തന്നിട്ടുള്ളത്. അപ്പോൾ തീറ്റ ഇൻക്ലിനേഷൻ ആണെങ്കിൽ ടാൻ തീറ്റ സ്ലോപ്പ് ആണെന്നുള്ളത് നമുക്ക് അറിയണം, അപ്പോഴേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ആ രീതിയിൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ വിച്ച് മേക്ക് intercepts -3 and 2 on the x and y axis respectively. This is the question. Find the equation of the line which makes intercepts -3 and 2 on the x and y axis respectively. അതായത് x ആക്സിന് മേക്ക് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് -3 ആണ്, y ആക്സിന് മേക്ക് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് 2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് രണ്ടും ഇന്റർസെപ്റ്റ് ആണ്, എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാ? ശ്രദ്ധിക്കട്ടോ, ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും? ഇന്റർസെപ്റ്റ് ഫോം അല്ലേ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? രണ്ടും ഇന്റർസെപ്റ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്യുക. x/a പ്ലസ് y/b ഈസ് ഈക്വൽ ടു 1. ഈ ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതെങ്ങനെ നമ്മൾ ഇനി ഇതിനകത്ത് എക്സ് ഇന്റർസെപ്റ്റ് എ എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് അല്ലേ? എക്സ് ഇന്റർസെപ്റ്റിന്റെ വാല്യൂ -3 ആണ്. y ഇന്റർസെപ്റ്റ് ബിന്റെ വാല്യൂ 2 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x ഡിവൈഡഡ് ബൈ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക എങ്ങനെയാ? x/x ഇന്റർസെപ്റ്റ് പ്ലസ് y/y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 1. ആ രീതിയിൽ ആലോചിച്ചാൽ മതി. എക്സിന്റെ താഴെ എക്സ് ഇന്റർസെപ്റ്റ് ആണ്, വൈന്റെ താഴെ y ഇന്റർസെപ്റ്റ് ആണ്. x ഡിവൈഡഡ് ബൈ -3 പ്ലസ് y ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2x -3y ഡിവൈഡഡ് ബൈ -3 into 2 -6 ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? അപ്പോൾ 2x -3y ഈക്വൽ ടു 1 into -6. ഈ -6 ഇങ്ങോട്ട് വരുമ്പോൾ 1 into -6 എന്ന് വരും. ദാറ്റ് ഈസ് 2x -3y -6 ഇങ്ങോട്ട് വരുമ്പോൾ +6 ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Find equation of line whose perpendicular distance from the origin is 4 units and the angle which the normal makes with positive direction of x-axis is 15 degree. ഇതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിലോട്ട് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ് അറിയാം, അത് 4 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഏത് ഫോം ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക?
നോർമൽ ഫോം ആണ്. അപ്പൊ അവിടെ നോർമൽ ഫോമിൽ പി എന്ന് പറയുന്നതാണ് ഈ 4 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ആംഗിൾ വിച്ച് ദ നോർമൽ മേക്സ് വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഈസ് 15 ഡിഗ്രി. ദാറ്റ് മീൻസ് അവിടെ എന്താണ് നോർമൽ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒമേഗയാണ്. ആ ഒമേഗയാണ് 15 ഡിഗ്രി. അപ്പൊ പിയും ഒമേഗയും ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് തന്നേക്കാണ്. അപ്പൊ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ ശ്രദ്ധിക്കുക. ഇക്വേഷൻ ഓഫ് ലൈൻ എന്താണ്? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഇസ് ഈക്വൽ ടു പി അല്ലെ. അപ്പൊ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ കോസ് 15 ഡിഗ്രി പ്ലസ് വൈ ഇൻറ്റു സൈൻ 15 ഡിഗ്രി ഈസ് ഈക്വൽ ടു 4. ശരിയല്ലേ? ഇനി സൈൻ 15ഉം കോസ് 15ഉം വേണം ഇവിടെ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കട്ടാ. സൈൻ 15 ഡിഗ്രി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആംഗിൾസ് ഏതൊക്കെയാ? 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 അല്ലേ? അങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആംഗിൾസ്. അപ്പൊ അതിന്റെ ടേമിലോട്ട് ഇതിനെ മാറ്റാൻ പറ്റുമോ നോക്കുക. എങ്ങനെ മാറ്റാം? സൈൻ ഓഫ് 45 മൈനസ് 30 എന്ന് എഴുതാം. ഇത് നിങ്ങളെ കണ്ടുപിടിക്കുന്നത് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സൈൻ ഓഫ് 45 മൈനസ് 30 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഇത് സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള രൂപത്തിലല്ലേ? സൈൻ ഓഫ് എ മൈനസ് ബിന്റെ ഇക്വേഷൻ എന്താ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ശരിയല്ലേ? അപ്പൊ സൈൻ 45 ദാറ്റ് ഈസ് സൈൻ 45 ഇൻറ്റു കോസ് 30 മൈനസ് കോസ് 45 ഇൻറ്റു സൈൻ 30. ഇതല്ലേ ഇക്വേഷൻ വരാം? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 45 എത്രയാ? 1/√2 ശരിയല്ലേ? ഇൻറ്റു കോസ് 30 എത്രയാ? √3/2 മൈനസ് കോസ് 45 എത്രയാ? 1/√2 ഇൻറ്റു സൈൻ 30 എത്രയാ? 1/2. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? √3 ഡിവൈഡഡ് ബൈ 2√2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കണ്ടോ അതിന്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിക്കട്ടോ. സൈൻ 15 ഡിഗ്രി എഴുതിയില്ലേ? ഇനി എന്ത് ചെയ്യാ? കോസ് 15 ഡിഗ്രി കണ്ടുപിടിക്കുന്നത് അതേപോലെ. കോസ് 15 ഡിഗ്രി എന്താ? കോസ് ഓഫ് 45 മൈനസ് 30 എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് കോസ് ഓഫ് 45 മൈനസ് 30 എന്ന് പറഞ്ഞാൽ കോസ് 45 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി ഇക്വേഷൻ എന്താ? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്നാണ്. അപ്പോൾ കോസ് 45 ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 45 ഇൻറ്റു സൈൻ 30. ഇതാണ് ഇക്വേഷൻ വരിക. ദാറ്റ് ഈസ് കോസ് 45 എന്താ? 1/√2 ശരിയല്ലേ? ഇൻറ്റു കോസ് 30 എന്താ? √3/2 പ്ലസ് സൈൻ 45 എന്താ? 1/√2 ഇൻറ്റു സൈൻ 30 എന്താ? 1/2. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് വരും? √3 ഡിവൈഡഡ് ബൈ 2√2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് വരും. രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ഇക്വേഷൻ എഴുതുന്നതാണ്. ഓക്കെ. അപ്പൊ എക്സ് കോസ് 15, അപ്പോൾ കോസ് 15ഉം സൈൻ 15ഉം നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ എക്സ് ഇൻറ്റു കോസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2√2 പ്ലസ് വൈ ഇൻറ്റു സൈൻ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2√2 ഇൻറ്റു ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇവിടെയും ഡിനോമിനേറ്ററിൽ 2√2 ഉണ്ട്, ഇവിടെയും ഡിനോമിനേറ്ററിൽ 2√2 ഉണ്ട്. ഞാൻ ഈ ഇക്വേഷനെ മൊത്തത്തിൽ 2√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ കേട്ടോ. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് ബൈ 2√2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ താഴത്തെ 2√2 നമ്മൾ മൾട്ടിപ്ലൈ 2√2 ക്യാൻസൽ ചെയ്ത് പോലെ ബാക്കി എന്താ ഉണ്ടാവുക? എക്സ് ഇൻറ്റു √3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 2√2 ക്യാൻസൽ ചെയ്ത് പോലെ y ഇൻറ്റു √3 മൈനസ് 1. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2√2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? √3 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് √3 മൈനസ് 1 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8√2 എന്ന് എഴുതാം.
ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സാധാരണ എക്സ് വൈൻ്റെ ടേം പ്ലസ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 വേണമെങ്കിൽ -8√2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഒന്നെങ്കിൽ ഈക്വൽ ടു 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സിമ്പിൾ എഴുതാം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇത് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ ഓക്കെ ലിസൺ. Next problem, the Fahrenheit temperature F and absolute temperature K satisfy a linear equation. Given that K is equal to 273 when F is equal to 32 and K is equal to 373 when F is equal to 212. Express K in terms of F and find the value of F when K is equal to 0. Question വളരെ സിമ്പിളാണ്, കുറച്ച് ലെങ്ത് ഉണ്ടെന്നുള്ളൂ. നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പല യൂണിറ്റ് ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, കെൽവിൻ ഉണ്ട്, ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ട്. ഇവിടെ ഇതിനകത്ത് പറയുന്ന ഫാരൻഹീറ്റ് ടെമ്പറേച്ചറും കെൽവിൻ ടെമ്പറേച്ചറും തമ്മിലുള്ളൊരു റിലേഷനെ കുറിച്ചാണ്. അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സാറ്റിസ്ഫൈ എ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ എക്സ് ആക്സിൽ ഇതിൽ കെയും എഫ് അല്ലേ, അപ്പോൾ ഇതിലൊന്ന് എക്സ് ആക്സിലും ഒന്ന് വൈ ആക്സിലും എടുത്തിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലേ, അതായത് കെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആകുമ്പോൾ, ഇപ്പം നമ്മൾ സാധാരണ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 273 കെൽവിനാണ്, ശരിയല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്താ ഡിഗ്രി സെൽഷ്യസിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാകുമ്പോൾ കെൽവിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും അല്ലേ? അതേപോലെ ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിന് ഒരു വാല്യൂ ഉണ്ടാകുമ്പോൾ അതിന് പെർട്ടിക്കുലർ ആയിട്ട് കെൽവിൻ ടെമ്പറേച്ചറിന് ഒരു വാല്യൂ ഉണ്ടാകും. അപ്പോൾ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീനിയർ, ദാറ്റ് മീൻസ് ഒരു ലൈന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ലൈന് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ലൈന് കിട്ടുകയാണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റത്തെ സെൻറ്റൻസിൽ. രണ്ടാമത്, given that k is equal to 273 when f is equal to 32 and k equal to 373 when f is equal to 212. അപ്പോൾ ഇവിടെ ആക്ച്വലി തന്നിട്ടുള്ള എന്താ? എഫിൻ്റെ വാല്യൂ ഇതാവുമ്പോൾ കെൻ്റെ വാല്യൂ ഇതാണ്, എഫിൻ്റെ വാല്യൂ ഇതാവുമ്പോൾ കെൻ്റെ വാല്യൂ ഇതാണ് എന്ന് പറയുമ്പോൾ അത് തന്നിട്ടുള്ള എന്താണ്? രണ്ട് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അതായത് നമ്മൾ സാധാരണ ഒരു പോയിന്റ് എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 3 ആണ്. ദാറ്റ് മീൻസ് 2,3 ഈസ് ദി പോയിന്റ്. ക്ലിയർ? അപ്പം ഞാനിവിടെ എക്സ് ആക്സിസിൽ ഞാൻ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ എഫും വൈ ആക്സിസിൽ ശ്രദ്ധിക്കട്ടോ, വൈ ആക്സിസിൽ കെൽവിൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കെ കൊടുക്കുകയാണ്. അത് നമുക്ക് എങ്ങനെ എടുത്താലും വിഷയമൊന്നുമില്ല. ഇപ്പം നോക്കിയാൽ ഇവിടെ നമ്മൾ സാധാരണ എന്താ വാല്യൂ പറയാ? ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൽ ടു എന്നല്ലേ പറയാം. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൽ ടു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റത്തത് എക്സിൻ്റെ വാല്യൂ 32, എഫിൻ്റെ വാല്യൂ 32 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 273. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എക്സിൻ്റെ വാല്യൂ 212 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 373. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. രണ്ട് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ വരിക? y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1. ഈ ഇക്വേഷൻ എന്താ? 2 പോയിന്റ് ഫോം. രണ്ട് പോയിന്റാണ് ഇവിടെ നമുക്കുള്ളത്. അപ്പോൾ 2 പോയിന്റ് ഫോം. അപ്പോൾ ഈ വൈന് പകരം ഞാൻ എന്ത് എഴുതാണ്? കെ എന്ന് എഴുതാണ് കേട്ടോ. മൈനസ് y1 എന്ന് പറയാം, കാരണം y ആക്സിൽ കെ ആണ്. അപ്പോൾ കെ, അപ്പോൾ വൈന് പകരം കെ. അപ്പോൾ കെ മൈനസ് y1 ഈസ് 273. ദിസ് ഈസ് x1 y1, this is x2 y2. okay, അപ്പോൾ y2 minus y1, that is 373 minus 273 divided by 212 minus 32. okay, into x ന് പകരം ഞാൻ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ f minus x1 is 32. ഇതാണ് ഇക്വേഷൻ. ഇനി ശ്രദ്ധിക്കട്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്പ്രസ് k in terms of f എന്നാ പറഞ്ഞത്. നല്ലോണം ശ്രദ്ധിക്കുക. എക്സ്പ്രസ് കെ ഇൻ ടേംസ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടത്. കേക്കുള്ള ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. കണ്ടോ? എക്സ്പ്രസ് കെ ഇൻ ടേംസ് ഓഫ് എഫ് എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം?
കെ ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇക്വേഷൻ എഴുതണം. ഇത് നേരെ തിരിച്ച് എക്സ്പ്രസ് എഫ് ഇൻ ടേംസ് ഓഫ് കെ എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് എഴുതണം. മനസ്സിലായുണ്ടോ പറയണത്? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ്പ്രസ് കെ ഇൻ ടേംസ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇക്വേഷൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ കെ മൈനസ് 273 ഈസ് ഈക്വൽ ടു, ഇവിടെ 373 മൈനസ് 273 100 ഡിവൈഡഡ് ബൈ 212 മൈനസ് 32 ഈസ് 180 ഇൻറ്റു എഫ് മൈനസ് 32 എന്ന് വരും. ഇവിടെ 0യും 0യും ക്യാൻസൽ ചെയ്യാം. 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5/9 എന്ന് വരും. അപ്പോൾ കെ മൈനസ് 273 ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു എഫ് മൈനസ് 32. ക്ലിയർ? അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ എഴുതേണ്ട. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഈ മൈനസ് 273 അങ്ങോട്ട് പോകുമ്പോൾ 5/9 ഇൻറ്റു എഫ് മൈനസ് 32 പ്ലസ് 273. ഇതാണ് ഇക്വേഷൻ. എക്സ്പ്രസ് കെ ഇൻ ടേംസ് ഓഫ് എഫ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എക്സ്പ്രസ് എഫ് ഇൻ ടേംസ് ഓഫ് കെ എന്നാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ആണെങ്കിൽ ഞാനൊന്ന് എഴുതി തരാം. ഓക്കെ, എക്സ്പ്രസ് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി എക്സ്പ്രസ് എഫ് ഇൻ ടേംസ് ഓഫ് കെ എന്നാണെങ്കിൽ ഇപ്പോൾ ഈ 9 ഇങ്ങോട്ട് വരുമ്പോൾ 9/5 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 9/5 ഇൻറ്റു കെ മൈനസ് 273 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ എഫ് എന്താവും? എഫ് ഇസ് ഈക്വൽ ടു ആ 32 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവില്ലേ? അപ്പോൾ 9/5 ഇൻറ്റു കെ മൈനസ് 273 പ്ലസ് 32 എന്ന് വരും. അപ്പോൾ ഈ രീതിയിലാണ് എഫിൻ്റെ ഇക്വേഷൻ വരിക. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഏത് രീതിയിലാണോ നമുക്ക് എഴുതേണ്ടത് അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് എക്സ്പ്രസ് കെ ഇൻ ടേംസ് ഓഫ് എഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയത്. കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് വെൻ കെ ഈസ് ഈക്വൽ ടു 0. ശ്രദ്ധിക്കട്ടോ, ഇനി ഇത് ഞാൻ മായ്ച്ചു കളയാണേ. ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഫൈൻഡ്, ഇപ്പോൾ ഈ ഇക്വേഷനിലെ നമുക്കിപ്പോൾ കെയും എഫും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇനി എഫ് ഏത് വാല്യൂ ആയാലും കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് വെൻ കെ ഈസ് ഈക്വൽ ടു 0. കെൻ്റെ വാല്യൂ 0 ആവുമ്പോൾ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പം എന്ത് ചെയ്താ? വാല്യൂ ഓഫ് എഫ് വെൻ കെ ഈക്വൽ ടു 0 എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിൽ കെക്ക് 0 കൊടുക്കുക, എഫ് കണ്ടുപിടിക്കുക. അപ്പോൾ 0 ഈക്വൽ ടു 5/9 ഇൻറ്റു എഫ് മൈനസ് 32 പ്ലസ് 273 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിന്ന് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ പ്ലസ് 273 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 273 ഓക്കെ ഈക്വൽ ടു 5/9 ഇൻറ്റു എഫ് മൈനസ് 32. ശരിയല്ലേ? ഈ 9 ഇതിങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 273 ഇൻറ്റു 9/5 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് 32 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 32. അപ്പോൾ 32 പിന്നെ ഇവിടെ ഉള്ള മൈനസ് 9/5 ഇൻറ്റു 273. ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. എന്തായിരിക്കും? 9 ഇൻറ്റു 273 ഡിവൈഡഡ് ബൈ 5 32 മൈനസ് ആൻസർ ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് 459.4. ദാറ്റ് ഈസ് ദി ആൻസർ. മൈനസ് 459.4. അപ്പോൾ കെ 0 ആവുമ്പോൾ എഫിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് 459.4. ഇതേപോലെ നമുക്ക് ഈ കെക്ക് ഏത് വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതേപോലെ എഫിന് എന്ത് വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൻ്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ കേട്ടോ. ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. Find the equation of the line passing through 2,2√3 and inclined with the x-axis at an angle of 75 degree. Direct question ആണ്.
അതായത് ഒരു പോയിന്റ്, സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുള്ളത് ഇൻക്ലൈൻഡ് വിത്ത് ദ എക്സ് ആക്സിസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ തീറ്റയാണ് 75 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, തീറ്റ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ ആണ് 75 ഡിഗ്രി തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻക്ലിനേഷൻ എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? എം ഇസ് ഈക്വൽ ടു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ, ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ 75 ഡിഗ്രി. ടാൻ 75 ഡിഗ്രി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് 45 പ്ലസ് 30 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ടാൻ ഓഫ് 45 പ്ലസ് 30 എന്ന് എഴുതാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് 45 പ്ലസ് 30, ടാൻ ഓഫ് എ പ്ലസ് ബി, tan A plus tan B, that is tan 45 plus tan 30 divided by 1 minus tan A tan B, that is tan 45 into tan 30. The equation tan A plus tan B divided by 1 minus tan A tan B. Clear alle? That is equal to tan 45 എന്ന് പറഞ്ഞാൽ എന്താണ്? tan 45 1 plus tan 30 എന്ന് പറഞ്ഞാൽ 1 by root 3 all divided by 1 minus tan 45 1 into 1 by root 3. അപ്പോൾ എന്ത് വരും? 1 plus 1 by root 3 divided by 1 minus 1 by root 3 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? root 3 plus 1 divided by root 3 all divided by root 3 minus 1 divided by root 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക? ഈ റൂട്ട് 3യും റൂട്ട് 3യും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് കിട്ടും? root 3 plus 1 divided by root 3 minus 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് മൊത്തം എഴുതുക കേട്ടോ. സ്ലോപ്പ് കണ്ടുപിടിച്ചത് മൊത്തം എഴുതുക. കാരണം ഞാനിതിപ്പോൾ എറേസ് ചെയ്യാൻ പോവാണ്. എറേസ് ചെയ്തിട്ട് നമുക്ക് ബോർഡ് സ്പേസ് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് എറേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ടാൻ 75 ഡിഗ്രി ഈക്വൽ ടു root 3 plus 1 divided by root 3 minus 1 എന്ന് കിട്ടി. അത് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ എഴുതാണ് കേട്ടോ. ദാറ്റ് ഈസ് ടാൻ 75 എങ്ങനെ എത്ര നമുക്ക് കിട്ടിയത്? root 3 plus 1 divided by root 3 minus 1 എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി അതെങ്ങനെ കിട്ടിയെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എഴുതിയെടുത്തിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കട്ടോ. അപ്പം നമുക്കിവിടെ സ്ലോപ്പും അറിയാം, ഒരു പോയിന്റും അറിയാലോ, 2,2 root 3. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും? നമുക്ക് ഇപ്പുറത്ത് എഴുതാം അല്ലേ? ഇക്വേഷൻ ഓഫ് ലൈൻ ഏത് യൂസ് ചെയ്തിട്ട് ചെയ്യുക? സ്ലോപ്പും അറിയാം, ഒരു പോയിന്റും അറിയാം. ദാറ്റ് ഈസ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഓക്കെ, ദാറ്റ് ഈസ് y minus y0 ഈക്വൽ ടു m into x minus x0. ഇതല്ലേ ഇക്വേഷൻ എന്ന് പറയുന്നത്? x minus x0 ഇതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് y minus y0 എന്ന് പറയുന്നത് എന്താണ്? 2 root 3 ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ root 3 plus 1 divided by root 3 minus 1 into x minus x0 is 2. ക്ലിയർ അല്ലേ? അപ്പോൾ ആ സ്ലോപ്പും ഇതും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അവിടെയാണ് നമ്മുടെ കഴിവ്. ഇപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു വൈ പ്ലസ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഈ root 3 minus 1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ root 3 minus 1 into y minus 2 root 3 ഈക്വൽ ടു root 3 plus 1 into x minus 2 എന്ന് വരും. ക്ലിയർ അല്ലേ? root 3 minus 1 into y minus 2 root 3 ഈക്വൽ ടു root 3 plus 1 into x minus 2 എന്ന് വരും. ഇനി ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. root 3 minus 1 into y, അപ്പോൾ എന്ത് വരും? root 3 minus 1 into y. ഇനി this term into this term, അപ്പോൾ എന്താ വരിക? minus 2 root 3 into root 3 minus 1. ശരിയല്ലേ? അതേപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ root 3 plus 1 into x. ഓക്കെ, ഇനി ഈ root 3 plus 1 into minus 2 എന്തായിരിക്കും? minus 2 into root 3 plus 1 എന്ന് വരും. ഓക്കെ, ഞാൻ ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട. കാരണം നമുക്ക് വൈൻ്റെ ടേം ഇങ്ങനെ തന്നെ വേണം. എ കോൺസ്റ്റന്റ് ഇൻറ്റു വൈ എന്നുള്ള രീതിയിൽ തന്നെ വേണ്ടത്. അപ്പോൾ root 3 minus 1 into y അവിടെ നിൽക്കട്ടെ. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഈ 2 root 3 into root 3 ചെയ്യുമ്പോഴേ root 3യും root 3യും എന്താവും? ശ്രദ്ധിക്കട്ടോ.
2√3 ഇൻറ്റു √3 എന്നല്ലേ വരിക. √3 ഇൻറ്റു √3 എന്താ 3 ആവും. അപ്പൊ 2 ഇൻറ്റു 3 എന്താ 6 ആവും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ -2√3 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ -6. ഓക്കെ, -2√3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +2√3. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ √3 + 1 ഇൻറ്റു എക്സ് അവിടെ നിൽക്കട്ടെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -2√3 -2 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണത് ശ്രദ്ധിക്കട്ടാ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ ഓൾറെഡി √3 + 1 ഇൻറ്റു എക്സ് ഓൾറെഡി അവിടെ അല്ലേ. ഇനി വൈൻ്റെ ടേം അത് പ്ലസ് ആയിട്ട് കിടക്കുകയാണല്ലോ, സിമ്പിളായിട്ട് അവിടെ നിൽക്കട്ടെ. ഈ വൈൻ്റെ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? -√3 - 1 ഇൻറ്റു വൈ എന്ന് വരും. ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ. ക്ലിയർ? ഇവിടെ ഓൾറെഡി 2√3 ഉണ്ട്. 2√3 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ -2√3 ഇങ്ങോട്ട് വരുമ്പോൾ +2√3 എന്നാവും. ശരിയല്ലേ? ഈ -6 ഓൾറെഡി ഇവിടെ ഉണ്ട്. ആ -2 ഇങ്ങോട്ട് വരുമ്പോൾ +2 എന്നാവും. ക്ലിയർ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കട്ടാ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി അപ്പൊ ഇവിടെ √3 + 1 ഇൻറ്റു എക്സ് -√3 - 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം ഈ സൈഡ് ആദ്യം എഴുതിയെന്ന് മാത്രം. ഇവിടെ 2√3 + 2√3 എന്താവും? 4√3. ക്ലിയർ? ഇനി -6 + 2 എന്താവും? -6 + 2 that is -4. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇക്വേഷൻ എന്തായി? √3 + 1 ഇൻറ്റു എക്സ് -√3 - 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് രണ്ടൊന്നും ഞാൻ 4 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? √3 - 1 എന്നുണ്ടാവും. ഇവിടുന്ന് 4 പുറത്തെടുത്താൽ √3, ഇവിടുന്ന് 4 പോയാൽ 1. ക്ലിയർ അല്ലേ? അപ്പോൾ 4√3 - 1 എന്ന് വരും. ഒന്നെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം, അതായത് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? ഈ രൂപത്തിൽ എഴുതാം. √3 + 1 ഇൻറ്റു എക്സ് -√3 - 1 ഇൻറ്റു വൈ -4 ഇൻറ്റു √3 - 1 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാം. ഈ രണ്ട് രീതിയിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ടേം ആദ്യം എഴുതുക, വൈൻ്റെ ടേം പിന്നെ എഴുതുക. ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 എന്ന് എഴുതുക, അല്ലെങ്കിൽ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന രൂപത്തിൽ എഴുതുക. ഈ രീതിയിൽ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നിട്ടുള്ളത് സിമ്പിളാണ് അല്ലേ? അതായത് തന്നിട്ടുള്ളത് ഒരു പോയിന്റും ഇൻക്ലിനേഷനും തന്നിട്ടുണ്ട്. ഇൻക്ലിനേഷൻ ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ സ്ലോപ്പ് ഇൻക്ലിനേഷൻ എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇതാണ്. ഇവിടെ വരെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ്റെ രൂപത്തിലോട്ട്, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതുന്ന രൂപത്തിലോട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. ഫൈനൽ ആൻസർ അത് കിട്ടണം. ഓക്കെ.